ഹലോ ഗൈസ്, ഇന്ന് ജനുവരി 10 മാർക്കറ്റ് ഇന്നൊരു ബിയറിഷ് ഓപ്പണിംഗ് ആണ്. 2-3 ദിവസങ്ങളായിട്ട് തുടരുന്ന ആ ഒരു മാർക്കറ്റിലെ സെൽ ഓഫ് ഇന്നും കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ഇന്നലെ മാർക്കറ്റ് അതിന്റെ തൊട്ട് തലേ ദിവസത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്തില്ലായിരുന്നു, സപ്പോർട്ട് എടുത്തായിരുന്നു. പക്ഷെ ഇന്ന് സംഭവിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ലോയും തൊട്ട് മുന്നത്തെ ദിവസത്തെ, അതായത് ബുധനാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെ ലോയും കൂടെ ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി നമ്മൾ താഴോട്ട് പോയിരിക്കുക. നിഫ്റ്റിയേക്കാൾ കൂടുതലായിട്ട് ബാങ്ക് നിഫ്റ്റിയാണ് കൂടുതൽ വീക്ക്നെസ് കാണിക്കുന്നത്. നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, ഈ ഒരു ലോ, അതായത് ഇത് 2024 ഓഗസ്റ്റ് 5 ബാങ്ക് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോയാണ്. ആ ലോ ഓൾറെഡി ഇന്നലെ വ്യാഴാഴ്ച ബാങ്ക് നിഫ്റ്റി ഓൾറെഡി അതിന്റെ താഴെ ക്ലോസ് ചെയ്തു. അപ്പോൾ നിഫ്റ്റി അപേക്ഷിച്ചിട്ട് ബാങ്ക് നിഫ്റ്റി ഒരു 5 മാസത്തെ ലോയ്ക്ക് താഴെ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് നിഫ്റ്റിക്കും ആ ഒരു സിവിയർ സെല്ലിംഗ് പ്രഷർ നിഫ്റ്റിയിലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഒരു കോൾ സൈഡ് നമുക്കിപ്പോൾ നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ കോൾ സൈഡ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ, അതായത് 49,668 എന്ന് പറയുന്ന ഈ ഒരു ഓഗസ്റ്റ് മാസം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ലോയ്ക്ക് മേളിലെങ്കിലും ബാങ്ക് നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാതെ നമുക്ക് നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ ഒരു ഫർദർ കോൾ സൈഡിലോട്ട് നമുക്ക് വലിയ പാടായിരിക്കും. പക്ഷെ ഇൻട്രാഡേയിൽ നിങ്ങളൊരു ക്വിക്ക് സ്കാൽപ്പിംഗ് എന്നുള്ള ഇപ്പോൾ റീട്രേസ്മെന്റ്, ഇപ്പോൾ ഒരു ഫോളിങ് റീട്രേസ്മെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്വിക്ക് സ്കാൽപ്പിംഗ് ആയിട്ട് നിങ്ങൾക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. പക്ഷേ അത് ഇന്നേരം വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ബുക്ക് ചെയ്ത് മാറിക്കോണം. ഇത് ഇപ്പം ബാങ്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ടാണ്. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ പി ഡിന് താഴെയാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് സമയത്ത് 10:50 ബാങ്ക് നിഫ്റ്റിയുടെ പി ഡിന് താഴെയാണ് ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും പി ഡിന് താഴോട്ട് പോയിട്ട് ഒരു റീട്രേസ്മെന്റ്, ഒരു റീടെസ്റ്റ് പി ഡിയിൽ നടന്നു. വീണ്ടും റീട്രേസ്മെന്റ് മേളിലോട്ട് നടക്കുന്നുണ്ട്. പക്ഷെ മിക്കവാറും ഇത് പി ഡിയിൽ തന്നെ റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും താഴോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതേപോലെ തന്നെയാണ് നിഫ്റ്റിയും ഇപ്പോൾ നിൽക്കുന്നത്. നിഫ്റ്റിയും പി ഡിയിലും താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ നിങ്ങൾ ഡെയിലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കാണിച്ചു തരാം. ബാങ്ക് നിഫ്റ്റി അപേക്ഷിച്ചിട്ട് നിഫ്റ്റിക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നിഫ്റ്റിക്ക് 2024 നവംബർ 19 ലോ ഒരു സപ്പോർട്ടായിട്ട്, ഒരു ഇമ്മീഡിയറ്റ് പ്രീവിയസ് സ്വിംഗ് ലോ സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട്. കാരണം ആ ലെവലിൽ നിന്ന് നിഫ്റ്റി ഏകദേശം 23,259 അതിൽ നിന്നും ഏകദേശം 24,781, ഏതാണ്ട് 1,400ഓളം പോയിന്റ് നിഫ്റ്റി ഇവിടെ നിന്ന് റൈസ് ചെയ്തായിരുന്നു. അപ്പോഴത്തേനും നല്ല ഷാർപ്പായിട്ടുള്ളൊരു ബൈങ് വന്ന ലെവല് നിഫ്റ്റിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ചിലപ്പം നിഫ്റ്റി ഈ ഒരു ലെവൽ വരുമ്പോഴത്തേനും, അതായത് ഏകദേശം 23,260 ആ ലെവല് എത്തുമ്പോഴത്തേനും നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു ഫോൾ അവിടെ നിൽക്കാൻ സാധ്യതയുണ്ട്. വൺസ് ഇപ്പൊ നിഫ്റ്റിയും കൂടെ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് പിന്നെയും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ബാങ്ക് നിഫ്റ്റി വീണ്ടും താഴോട്ട് പോകും. അതുകൊണ്ട് സിവിയർ ആയിട്ട് ഒരു ഭയങ്കര ഭയങ്കര ബിയറിഷ് മോഡിലോട്ട് പോകും. പിന്നെ മറ്റൊരു കാര്യം സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഒരു ബോട്ടം ഫിഷിങ്, അതായത് ഒരു ബോട്ടം ബൈങ് ചിലപ്പോൾ ഈ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റിൽ സംഭവിക്കുകയാണെങ്കിൽ ഒരു ഹ്യൂജ് ഷോർട്ട് കവറിങ് റാലി നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മാർക്കറ്റ് എല്ലാവരും വളരെ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. നിങ്ങൾ കിട്ടുന്ന പ്രോഫിറ്റുള്ള ഒരു സ്കാൽപ്പിംഗ് മോഡൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.